തൃശൂർ അതിരപ്പള്ളിയിൽ ഹോട്ടലിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള ഹോട്ടലിലാണ് ഈ ആക്രമണം. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്ത് ആന അകത്ത് കയറി. കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് ആക്രമിക്കപ്പെട്ടത്. ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ജോൺസണും കുടുംബവും താമസിക്കുന്നത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. ലെവിൻ, ഈ വീട്ടുകാരൊക്കെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ആക്രമണം എപ്പോഴായിരുന്നു? നിലവിലെ സാഹചര്യം എന്താണ്? ഇന്ന് പുലർച്ചെയാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ജോൺസണും കുടുംബവും ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഇവർ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന എത്തുന്നത്. ഈ സാധാരണ അതിരപ്പള്ളിയിലെ എണ്ണത്തോട്ടങ്ങളിൽ എത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് തൊട്ടടുത്തെത്താറുണ്ടെങ്കിലും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറുക അത്ര വേഗത്തിൽ കയറാറില്ല. പക്ഷെ ഇന്നലെ അത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ജോൺസണും കുടുംബവും താമസിക്കുന്ന വീടിനുള്ളിലെത്തിയ അതിന്റെ വാതിലുകളും ചില്ലുകളും തകർത്തു. ഈ ശബ്ദം കേട്ടാണ് ഇവർ എഴുന്നേൽക്കുന്നത്. ഇതിനെ തുടർന്ന് നിലവിളിച്ച് ഒച്ച വെക്കുകയും മറ്റും ബഹളമുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു കുടുംബാംഗങ്ങൾ. അതേ തുടർന്ന് ആന ബഹളം കേട്ട് ഇവിടെ നിന്നും മാറി തൊട്ടടുത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഓടി മാറുകയായിരുന്നു. ജോൺസൺ പെരിങ്ങൽകുത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ജീവനക്കാരനാണ്. ഭാര്യയും മക്കളുമാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഏതായാലും ഫോറസ്റ്റുകാരെ കൂടി വിവരമറിയിക്കുകയും പിള്ളപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപത്തെ ഈ കാളിയാടൻ വീട്ടിലേക്ക് ഫോറസ്റ്റുകാർ പിന്നീട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആതിരപ്പള്ളി നിവാസികളെ സംബന്ധിച്ചുകൊണ്ട് നിരന്തരമായി കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് അവരുടെ സ്വൈര്യ ജീവിതത്തിന് പോലും തടസ്സം നിൽക്കുന്നതായി എത്രയോ കാലങ്ങളായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോഴും ആരോപിക്കുന്നത്. സേതു.